നമസ്കാരം. ലിനക്സ് സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലിനക്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് കുറച്ചധികമായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ടാണ്. വിൻഡോസിൽ നിന്നും മറ്റു OSകളിൽ നിന്നൊക്കെ ലിനക്സിലേക്ക് വരുന്ന ആളുകൾ ആദ്യമായി നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളാണ് അവിടെ ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറിന് പകരമായി ഇവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച് വരുന്ന ആളുകൾക്ക് ഇവിടെ ചെന്ന ചിലപ്പോൾ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത്തരത്തിൽ സാധാരണ കമ്പ്യൂട്ടർ ഉപയോക്താവിന് ഡേ ടു ഡേ ലൈഫിൽ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില സോഫ്റ്റ്വെയറുകളെ, ലിനക്സിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സോഫ്റ്റ്വെയറുകളാണ് പ്രധാനമായും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായി വരുന്ന ലിനക്സിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്തായാലും ലിനക്സ് സീരീസ് നമ്മൾ വീണ്ടും തുടരും. ഇനി അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് നമുക്ക് ലിനക്സിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ബാക്കി ചേർക്കും. അത് പിന്നെ ഒരു സോഫ്റ്റ്വെയറിന് ചിത്രം കാണിക്കുമ്പോൾ